ഇത്തരമൊരു വിഷയം സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത് ഈ വരുന്ന ഒക്ടോബർ 26-ന് കോഴിക്കോട് വെച്ച് പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഒരു പുസ്തകത്തെ സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ്. ആ പുസ്തകത്തിൻ്റെ പേര് കേരളം, മുസ്ലിം രാഷ്ട്രീയം, ഇസ്ലാമിക രാഷ്ട്രീയം എന്നതാണ്. മാതൃഭൂമി ബുക്സാണ് അത് എൻ്റെ പ്രസാധകർ. അപ്പോൾ ആ വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആളുകൾ ഈ രാഷ്ട്രീയ ഇസ്ലാമിനെ പറ്റി ഒരു അവതരണം നടത്താൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടത്. സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഇത് വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ കേരളത്തിലെ നുഴഞ്ഞുകയറ്റം സംബന്ധിച്ചാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യമുണ്ട്, ലോകത്തിൻ്റെ സാഹചര്യമുണ്ട്. ഇന്ത്യയുടെ സാഹചര്യം എന്താണ്? ഒന്ന്, RSSഉം സംഘപരിവാർ ശക്തികളും രാജ്യത്തുടനീളം മതപരമായ വിഭജനം നടത്തി വിദ്വേഷത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ട് അധികാര കസേര ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിന് പ്രസക്തി വർദ്ധിക്കുന്നത്. ഈ RSSൻ്റെയും സംഘപരിവാരത്തിൻ്റെയും കേരളീയ സമൂഹത്തിലെ നുഴഞ്ഞുകയറ്റം സംബന്ധിച്ച് നേരത്തെ ഞാനൊരു പുസ്തകം തയ്യാറാക്കിയിരുന്നു. ചിന്ത പബ്ലിഷേഴ്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. അത് 2008-ലാണ്. സംഘർഷങ്ങളുടെ രാഷ്ട്രീയം, ഫാസിസത്തിൻ്റെ ആസുര വഴികൾ എന്ന പേരിലാണ് ആ പുസ്തകം പുറത്തിറങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 2024-ൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ചില പ്രതികരണങ്ങളുണ്ടായി. ആ മുസ്ലിങ്ങളെ പറ്റി മാത്രമാണോ ഇങ്ങനെയൊരു പഠനം നടത്തുന്നതല്ല, എല്ലാ മതരാഷ്ട്രവാദികളെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനെതിരായി പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും വലിയ വിപത്ത് ഹിന്ദുത്വ വർഗീയതയാണ്, യാതൊരു സംശയവുമില്ല. അതേസമയം അതിൻ്റെ ഇസ്ലാമിക പതിപ്പുകളും രാജ്യത്തിന് ആപത്താണ്, കേരളത്തിന് വിശേഷിച്ചും ആപത്താണ്. എന്തുകൊണ്ട്? ഈ കേരളം മതനിരപേക്ഷതയ്ക്ക് പേര് കേട്ട കേരളമാണ്. അതിൻ്റെ ചരിത്രത്തിലേക്കും പാരമ്പര്യത്തിലേക്കും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ഇവിടെ പ്രതിപാദ്യ വിഷയം രാഷ്ട്രീയ ഇസ്ലാം കേരളത്തിൽ എന്നതാണ്. രാഷ്ട്രീയ ഇസ്ലാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ലാമിനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നിർവചിച്ച് കടന്നു വരുന്ന ഗ്രൂപ്പുകൾ എന്നാണ്. മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഗ്രൂപ്പുകൾ. ഇതാണ് RSSഉം ശ്രമിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ, ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി സംഘപരിവാര ശക്തികൾ. അപ്പോൾ രണ്ടും പരസ്പര പൂരകമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ കുറച്ച് മുമ്പേ നമ്മൾ കേട്ട മുദ്രാവാക്യം, ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നൊരു മുദ്രാവാക്യം, നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണമെന്നാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ഹിന്ദു ഏകീകരണം പറഞ്ഞാൽ എല്ലാവരെയും പെട്ടെന്ന് യോജിപ്പിക്കാൻ പറ്റില്ല. കാരണം ലോകത്തൊരിടത്തുമില്ലാത്ത ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. വ്യത്യസ്ത ജാതികൾ, ജാതി ശ്രേണി, ജാതീയമായിട്ടുള്ള അയിത്തം, ജാതീയമായിട്ടുള്ള അടിച്ചമർത്തൽ, ഇത് നിലനിന്നിരുന്ന ഇന്ത്യ രാജ്യത്ത് ഈ ഹിന്ദു ഏകീകരണം നടപ്പാക്കണമെങ്കിൽ
എല്ലാ ജാതികളെയും ഒന്നിപ്പിക്കാനുള്ള മുദ്രാവാക്യം ആദ്യം വേണം. അതിനെ തുടർന്നാണ് ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയുക. അപ്പോൾ ഒരു ഭാഗത്ത് ഹിന്ദു രാഷ്ട്രം, ഇപ്പുറത്ത് ഇസ്ലാമിക രാഷ്ട്രം. മഹാനായിട്ടുള്ള ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്നാണ്. അതാണ് വൈഷ്ണവ മതം, ശൈവമതം, അങ്ങനെയുള്ള പലതരം മതങ്ങൾ ആണ് രാജ്യത്തുണ്ടായിരുന്നത് എന്നത് നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത്രയും വൃത്തികെട്ട നിലയിലുള്ള ജാത്യാചാരങ്ങൾ നിലനിന്നിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ രാജ്യത്തിലെ സമൂഹം. ഇവിടെ എല്ലാ മതങ്ങളും അക്കാലത്ത് വിപ്ലവകരമായിട്ടുള്ള കടമ നിർവഹിച്ചുകൊണ്ടാണ് ആവിർഭവിച്ചത്. അക്കാലത്ത് മതങ്ങൾ ആവിർഭവിക്കുന്ന കാലത്ത് മതസ്ഥാപകർ ഉയർത്തിയ മതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ധാർമ്മിക മൂല്യങ്ങൾ, ആ ധാർമ്മിക മൂല്യങ്ങളെ പിന്നിലാക്കി മതവിശ്വാസികളെ രാഷ്ട്രീയാധികാരം നേടാനുള്ള ഉപകരണമാക്കി മാറ്റാനാണ് രാഷ്ട്രവാദികൾ ശ്രമിക്കുന്നതെന്നർത്ഥം. ഇപ്പോൾ ഇസ്ലാം കരുണയുടെ മതമാണ്, സ്നേഹത്തിൻ്റെ മതമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ആ മതത്തിൻ്റെ ധാർമ്മിക മൂല്യമാണ്. ആ ധാർമ്മിക മൂല്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മതവിശ്വാസികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാഷ്ട്ര നിർമ്മാണം വേണം, ദൈവിക ഭരണം വേണം എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത്. ഇവിടെയാണ് സാധാരണ വിശ്വാസികളും മതഭ്രാന്തന്മാരും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള വേർതിരിവ് നമുക്ക് മനസ്സിലാക്കാനാവുക. മതത്തെപ്പറ്റി മാർസ് പറഞ്ഞതിനെ കുറിച്ച് ഒറ്റയേറെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം നേരത്തെ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർസ് പറഞ്ഞത് എന്താണ്? ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണ് മതം, ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണ് മതം. അതേസമയം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് ആ അവസാനത്തെ വാചകം മാത്രം പറയുക, മറ്റു കാര്യങ്ങൾ പറയാതിരിക്കുക. മതത്തെ കമ്മ്യൂണിസ്റ്റുകാർ അഥവാ മാർസ് തന്നെ സമഗ്രമായി വിലയിരുത്തിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ വാചകങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ലോകത്തിലെ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഈ രാഷ്ട്രീയ ഇസ്ലാം എങ്ങനെ കടന്നു വന്നു എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് കേരളമാണല്ലോ നമ്മുടെ വിഷയത്തിലെ ഒരു ഭാഗം. ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ രൂപീകരണം എങ്ങനെയാണ് നടന്നത് എന്നതുകൂടി ആലോചിക്കുന്നത് ഇന്ന് വളരെ പ്രസക്തമാണ് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങളുടെ വരവിനെക്കുറിച്ച് ചരിത്രകാരന്മാരൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ട് മുതലുള്ള കേരളീയ സമൂഹത്തിലെ പ്രബലമായിട്ടുള്ള വിഭാഗമാണ് മുസ്ലിങ്ങൾ. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടായിരുന്ന രാഷ്ട്രീയ സാമ്പത്തിക ഇടപാടുകളിൽ സാമൂതിരിപ്പാടിൻ്റെ വിശ്വസ്തരായിരുന്നു മുസ്ലിങ്ങൾ. അപ്പോൾ പോർച്ചുഗീസുകാർ തങ്ങളുടെ വ്യാപാരത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി സാമൂതിരിയുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. ആ യുദ്ധത്തിൽ സാമൂതിരിയുടെ വിശ്വസ്തരായിട്ട് അനുയായികൾ, കുഞ്ഞാലി മരക്കാറെ പോലെയുള്ള നാവിക പടയാളികൾ നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പ് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തേണ്ടത് മുസ്ലിങ്ങളുടെ കടമയാണ് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച തുഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു നിർണായകമായിട്ട് രേഖയാണ്.
ആ രേഖ ഇപ്പോൾ എല്ലാ ചരിത്ര ലൈബ്രറികളിലും ലഭ്യമാണ്. അപ്പം അതിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നത് ഈ സാമൂതിരിപ്പാടിനോടൊപ്പം യുദ്ധം ചെയ്യണം ഇതിനു വേണ്ടി പോർച്ചുഗീസുകാരെ തോൽപ്പിക്കാൻ. അപ്പം അവിടെ നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ്? ആദ്യകാല മുസ്ലിം സമൂഹം ഒരു മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്തത്. പിന്നെയോ ഒരു ദാറുൽ ഇസ്ലാം സ്ഥാപിക്കുന്നതിനല്ല, ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാനല്ല, മറിച്ച് സാമൂതിരിയുടെ ദാറുൽ ഹർബിനെ, അതായത് അനിസ്ലാമികമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പോരാടാനാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള യുദ്ധത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അറബിയിൽ ഈ പുസ്തകം എഴുതിയത്. അപ്പോൾ ഖുറാനെയും ഹദീസുകളെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഗ്രന്ഥകാരൻ സ്ഥാപിക്കുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ അനിവാര്യമല്ല എന്നാണ്. ഭരണാധികാരികളെ മതത്തിനതീതമായി സംരക്ഷിക്കൽ മതപരമായ കടമയാണെന്നാണ് മതപണ്ഡിതന്മാർക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള ഈ പുസ്തകത്തിലൂടെ നൽകുന്ന സന്ദേശം. ഇത് നമ്മൾ വളരെ പ്രധാനമായിട്ട് കാണേണ്ടത്. ഇനിയിപ്പോൾ ഈ ലോകത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ വരവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു മൗദൂദിയുടെ ആശയങ്ങളെപ്പറ്റി. മൗദൂദിയുടെ ആശയങ്ങൾക്ക് ഏതാണ്ട് അതേ കാലത്ത് തന്നെ രൂപം കൊടുത്തിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനമാണ് മുസ്ലിം ബ്രദർഹുഡ്. അത് ഈജിപ്തിലാണ് 1928. ഇതൊക്കെ സമാനമായിട്ടുള്ള ആശയങ്ങളാണ് സമൂഹത്തിൽ പ്രദാനം ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഈജിപ്തിൽ ആരംഭിക്കുകയും സുഡാൻ, സിറിയ, പലസ്തീൻ, വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് പടരുകയും ചെയ്ത ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ്. അത് 1928 സ്ഥാപിക്കപ്പെട്ടത്. തുടക്കത്തിൽ മതത്തിൻ്റെ ആശയങ്ങൾ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ആളുകൾ കരുതിയിരുന്നത്. അപ്പോൾ ഖുറാനിലേക്കും ഹദീസിലേക്കും തിരികെ പോവുക എന്ന നിലയിൽ ഇസ്ലാം മതവിശ്വാസികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ആശയങ്ങളാണ് തുടക്കത്തിൽ പ്രചരിപ്പിച്ചത്. പിൽക്കാലത്ത് തീവ്രവാദ മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിക്കുന്നതിലേക്ക് ഈ സംഘടന മാറി. എന്തായിരുന്നു മുദ്രാവാക്യം? ഇപ്പോഴതിന് പ്രസക്തിയുണ്ട്. നമ്മുടെ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകളും ഇതേ മുദ്രാവാക്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രദർഹുഡിൻ്റെ മുദ്രാവാക്യം ഇതാണ്: അല്ലാഹുവാണ് ഞങ്ങളുടെ ലക്ഷ്യം, പ്രവാചകനാണ് ഞങ്ങളുടെ നേതാവ്, ഖുറാനാണ് ഞങ്ങളുടെ നിയമം, ജിഹാദാണ് ഞങ്ങളുടെ മാർഗം. അടുത്ത 2 വരി നോക്കൂ നിങ്ങൾ: അല്ലാഹുവിൻ്റെ മാർഗത്തിൽ മരണമടയുക എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ഒരു സാധാരണ വിശ്വാസിയെ ആണ് കരുണയുടെ മതം, സാഹോദര്യത്തിൻ്റെ മതം, സ്നേഹത്തിൻ്റെ മതം എന്നൊക്കെ വിശ്വാസികൾ കരുതുന്ന ഇസ്ലാം മതത്തെ മറ്റൊരു തരത്തിൽ വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുക, ഇതിനാണ് മതഭ്രാന്തി എന്ന് പറയുന്നത്. വിശ്വാസികളെ മതഭ്രാന്തിലേക്ക് നയിക്കുകയും അതിന് സായുധ ശക്തിയായി മാറുകയും ചെയ്യുന്ന ആശയങ്ങളാണ് മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെച്ചത്. അവരവിടെ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു. ആരെയും അവർ കൊന്നത് ഇതര മതസ്ഥന്മാരെയൊന്നുമല്ല. പിന്നെയോ 40കളിൽ ബോംബാക്രമണത്തിലൂടെയും മറ്റും തങ്ങളുടെ ആശയങ്ങൾക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ കൊലപ്പെടുത്തുന്നതിലേക്ക് അവരെത്തി. 48 ഡിസംബർ മാസത്തിൽ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന മഹ്മൂദ് ഫഹ്മി അൽ നുക്രാശിയെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയവർ. മനസ്സിലായില്ല? 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഇസ്ലാം വിശ്വാസികളെയും
ഇസ്ലാം മതസ്ഥരായിട്ടുള്ള ഭരണാധികാരിയുമൊക്കെ ആക്രമിച്ച് കൊലപ്പെടുത്തുക, തങ്ങളുടെ ആശയങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു മതഭ്രാന്ത പ്രസ്ഥാനമായിട്ടാണ് മുസ്ലിം ബ്രദർഹുഡ് മാറിയത്. അവരവിടെ നിന്നില്ല. അവിടെ അബ്ദുൽ നാസർ, ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബ്ദുൽ നാസർ, അന്ന് ലോകത്തിലെ സോഷ്യലിസ്റ്റ് പുരോഗമന രാഷ്ട്രങ്ങളുമായിട്ട് നല്ല യോജിപ്പോടുകൂടി പ്രവർത്തിച്ച ഒരു ഭരണാധികാരിയായിരുന്നു അബ്ദുൽ നാസർ. ആ നാസറിനെ വധിക്കാനും ശ്രമിച്ചു അവർ, ഈ മുസ്ലിം ബ്രദർഹുഡ്. 94.7% മുസ്ലിം ജനവിഭാഗങ്ങളുള്ള ഈജിപ്തിൽ അതിൽ 90% സുന്നികളാണ്, സുന്നി വിഭാഗം. അവരിടക്കാലത്ത് ഇതിനകത്ത് സ്വാധീനം നേടാനുള്ള ശ്രമമൊക്കെ നടത്തി, തെരഞ്ഞെടുപ്പുകളിൽ ചില വിജയങ്ങളൊക്കെ നേടി. പക്ഷെ ഒടുവിൽ മുസ്ലിം ബ്രദർഹുഡ് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിഷലിപ്തമായിട്ടുള്ള ആശയങ്ങൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട്, ലോകത്തുണ്ട്, ഈജിപ്തിലുണ്ട്. ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ കുറേശ്ശെ ഈ വിഷവിത്തുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ഈ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ഏഷ്യൻ അവതാരമാണ് നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ള അബ്ദുൽ മൗദൂദി. ഈ മൗദൂദിയുടെ ആശയങ്ങൾ എന്താണ്? മൗദൂദിയുടെ ആശയങ്ങൾ ഏത് പരിതസ്ഥിതിയിലാണ് പുറപ്പെട്ടത് എന്നതുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ മൗദൂദിയുടെ രംഗപ്രവേശം മതത്തിനതീതമായി സാമ്രാജ്യത്വ വിരുദ്ധ സമരം ഇന്ത്യയിൽ ശക്തിപ്പെട്ട കാലത്താണ് വരുന്നത്. നാനാ മതസ്ഥരായിട്ടുള്ള ആളുകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ സമരം നടത്തുന്ന സാഹചര്യത്തിലാണ് ഈ മൗദൂദിയുടെ ആശയങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇക്കാലമാകുമ്പോഴേക്ക് ഹിന്ദു മുസ്ലിം തർക്കങ്ങൾ ഉയർന്നു വന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ അധികാരം എങ്ങനെയായിരിക്കണമെന്ന ചർച്ചകൾ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വന്ന ഘട്ടത്തിലാണ് സങ്കുചിതമായ മതതീവ്രവാദ ആശയങ്ങളുമായി മൗദൂദി ഇസ്ലാം വിശ്വാസികൾക്കിടയിൽ കടന്നു വരുന്നത്. അതിനൊത്ത വിധം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 1921 ഈ സംഘടന രൂപീകരിച്ചു, ജമാഅത്തെ ഇസ്ലാമി. നമുക്കിടയിലുണ്ടല്ലോ അല്ലേ? ജമാഅത്തെ ഇസ്ലാമി നേരിട്ടല്ലെങ്കിലും ക്യാമ്പസുകളിൽ ഫ്രാറ്റേണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഘടനകൾ വരുന്നു, പിന്നെ ക്യാമ്പസ് ഫ്രണ്ട് വരുന്നു. ഇതൊക്കെ ഇസ്ലാമിസ്റ്റുകളുടെ വകഭേദങ്ങളാണ് എന്നത് നാം തിരിച്ചറിയണം. ദേശീയ പ്രസ്ഥാനത്തിനകത്ത് വർഗീയമായിട്ടുള്ള ചേരിതിരിവ് രൂപപ്പെട്ട അവസരത്തിലാണ് അത് മുതലാക്കി മൗദൂദി മുന്നോട്ട് വരുന്നത്. രാജ്യത്തിലെ കോൺഗ്രസിനകത്ത് ഹിന്ദുത്വ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നു, അതിനോട് വിയോജിപ്പുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് മൗദൂദി ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഈ ആശയങ്ങളുമായിട്ട് കടന്നു വരുന്നത്. ഇത് മാത്രമല്ല, ഈ 41 ആകുമ്പോഴേക്ക് രാജ്യത്തിലെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് പുരോഗമനധാരിയും വന്നു എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തെന്നതുപോലെ ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും മതനിരപേക്ഷ ആശയങ്ങളും കൂടുതൽ പ്രചാരം നേടിയ സന്ദർഭം കൂടിയാണ്. ചുരുക്കത്തിൽ ജാതി മതാടിസ്ഥാനത്തിൽ വിഭജിതമായ സമൂഹത്തിനകത്ത് ഐക്യത്തിൻ്റെ സന്ദേശം ഉൾപ്പെടെ നവീനാശയങ്ങൾ ശക്തിപ്പെട്ടപ്പോഴാണ് മൗദൂദിയും ജമാഅത്തെ ഇസ്ലാമിയും വരുന്നത്. ആണ് ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യ മുന്നേറ്റം. ജാതീയമായി വിഭജിക്കപ്പെട്ട സമൂഹമായിരുന്നു നമ്മുടേത്. ജാതിക്കതീതമായിട്ട് സാമൂഹ്യ മുന്നേറ്റം വന്നു. മതത്തിനതീതമായിട്ടുള്ള സാമ്രാജ്യവിരുദ്ധ വികാരം ശക്തിപ്പെട്ടു. ആ ഘട്ടത്തിലാണ് ഭിന്നിപ്പിൻ്റെ ശക്തിയായിട്ട് മൗദൂദിയും ജമാഅത്തെ ഇസ്ലാമിയും പ്രത്യക്ഷപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുകയാണെങ്കിൽ ഭൂരിപക്ഷമായ ഹിന്ദുക്കളുടെ കീഴിൽ മുസ്ലിങ്ങൾക്ക് തുടരാനാവില്ല. ഇപ്പോഴും ഇതിൻ്റെ ഭാഗമായി ചിന്തിക്കുന്ന ആളുകൾ
ഒറ്റപ്പെട്ടതാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഭൂരിപക്ഷമായ ഹിന്ദുക്കളുടെ കീഴിൽ മുസ്ലിങ്ങൾക്ക് തുടരാനാവില്ലെന്നും അവർക്ക് ഇസ്ലാമിക നിയമങ്ങൾക്കനുസൃതമായ ഭരണ സംവിധാനത്തിന് കീഴിൽ മാത്രമേ പൂർണ്ണ വിശ്വാസിയായി തുടരാൻ കഴിയൂ എന്ന ചരിത്രവിരുദ്ധമായിട്ടുള്ള വാദമാണ് മൗദി മുന്നോട്ട് വെച്ചത്. കാരണം വേറെ മതസ്ഥന്മാരുടെ മുമ്പിൽ ജീവിക്കാൻ പറ്റില്ല. ഇതാണ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ടല്ലോ, തർജുമാനുൽ ഖുറാൻ. അതിലൂടെ മൗദൂദിയുടെ ആശയങ്ങൾ ഇങ്ങനെ ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. കേരളത്തിലും ഈ ഉറുദു മാസിക കിട്ടിയിട്ടുള്ള മതപണ്ഡിതന്മാരുണ്ടായിരുന്നു. അന്നൊന്നും ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലില്ല, പക്ഷേ ഈ ആശയങ്ങൾ കേരളത്തിലേക്കും എത്തിയിട്ടുണ്ട്. 30കളിൽ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആൾ വരികയാണല്ലോ. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ 1930-ലാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹം. ദണ്ഡി കടപ്പുറത്ത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കെ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യത്തെ സമരം നടന്നത് പയ്യന്നൂർ കടപ്പുറത്താണ്. അന്ന് കോഴിക്കോട് നിന്ന് കാൽനടയായിട്ട് വരികയാണ് പയ്യന്നൂരിലേക്ക്. ആ കാൽനട ജാഥയിൽ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്. എല്ലാവരും യോജിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് വരുന്ന അവസരത്തിൽ സമരത്തിൽ പങ്കെടുത്തിരുന്ന ദേശീയ മുസ്ലിങ്ങളെ മൗദൂദി അധിക്ഷേപിച്ചു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദേശീയ മുസ്ലിങ്ങൾ, നമ്മുടെ ഫ്രാറ്റേണിറ്റിയുടെ സുഹൃത്തുക്കൾ ആലോചിക്കണം, ആരായി ദേശീയ മുസ്ലിം? പള്ളിയിൽ പോകുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, വിശ്വാസികളാണ്. ദേശീയ മുസ്ലിം ധാര ഈ രാജ്യത്തുണ്ടായിരുന്നു. ലീഗിൽ നിന്നും ഭിന്നമായിട്ടുള്ള നിലപാടെടുത്ത ദേശീയ മുസ്ലിങ്ങൾ രാജ്യത്തോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് നിന്നും രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടണം എന്നാഗ്രഹിച്ചുകൊണ്ട് എന്ത് ത്യാഗവും സഹിക്കാൻ ശ്രമിച്ചിട്ടുള്ള ദേശീയ മുസ്ലിം, ആ ദേശീയ മുസ്ലിങ്ങളെ മൗദൂദി അധിക്ഷേപിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്? അമുസ്ലിമായ ബ്രിട്ടീഷുകാരിൽ നിന്ന് അമുസ്ലിമായ ഇന്ത്യക്കാരിലേക്ക് ഭരണം കൈമാറുന്നത് കൊണ്ട് ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. മാത്രമല്ല, അമുസ്ലിം ഭരണ സ്ഥാപനത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് ഹറാമാണെന്നും മൗദൂദി വാദിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടുള്ള മുസ്ലിങ്ങളെ അദ്ദേഹം ആക്ഷേപിച്ചു പ്രജായത്വം നടപ്പിൽ വരുത്താനായി സമരം ചെയ്യുന്ന കപട വിശ്വാസികൾ എന്നാണ്. കപട വിശ്വാസികളാണ് ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ദേശീയ മുസ്ലിങ്ങളെ എന്ന് മൗദൂദി പരസ്യമായിട്ട് ആക്ഷേപിച്ചു. മൗദൂദിയുടെ അഭിപ്രായത്തിൽ ഇസ്ലാം ഒരു മതമോ മുസ്ലിങ്ങൾ ഒരു സമുദായമോ അല്ല, മറിച്ച് ലോക സാമൂഹ്യ ഘടന മാറ്റിമറിച്ച് സ്വന്തം സിദ്ധാന്തത്തിനും ആശയത്തിനും അനുരൂപമായി അതിനെ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിപ്ലവ പ്രസ്ഥാനമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. നേരത്തെ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞല്ലോ, വിപ്ലവ പ്രസ്ഥാനം, ഇൻകിലാബ്. മനസ്സിലായില്ലേ? ഇൻകിലാബ് എന്ന് പറയുന്നത്, ആ വിപ്ലവം എന്ന് പറയുന്നത് ചൂഷണരഹിതമായിട്ടുള്ളൊരു വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള വിപ്ലവമാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശാനായിട്ടുള്ള ഈ മൗദൂദി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോ വിപ്ലവ പ്രസ്ഥാനമായിട്ടാണ് ഇതിനെ കണക്കാക്കിയത്. എന്നിട്ട് അത് നടപ്പിൽ വരുത്തുന്നതിനായി അണിനിരക്കുന്ന രാഷ്ട്രീയ സംഘമാണ് മുസ്ലിങ്ങൾ. ആ ലക്ഷ്യത്തിലേക്കായി മുസ്ലിങ്ങൾ നടത്തുന്ന നിരന്തര പോരാട്ടമാണ് ജിഹാദ് എന്നും മൗദൂദി പ്രഖ്യാപിച്ചു. ജിഹാദ് എന്താ സുഹൃത്തുക്കളെ? ജിഹാദ് എന്ന് പറഞ്ഞാൽ, ജിഹാദ് എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ജിഹാദ്. പക്ഷെ ആ പോരാട്ടത്തെ ഇസ്ലാമിസ്റ്റുകൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? നേരത്തെ ബ്രദർഹുഡിന്റെ മുദ്രാവാക്യം പറഞ്ഞ അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണമടയുക. എന്നെ അവസാനം പറയുന്നുണ്ട്, ഈ ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ചില ചെറുപ്പക്കാരില്ലേ, അവരെന്താണ് മനസ്സിൽ കരുതി ആത്മാർത്ഥമായിട്ട് മരണത്തിലേക്ക് നടന്നു പോകാൻ ഇടയായത് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ മുദ്രാവാക്യമാണ്. ബ്രദർഹുഡിന്റെ മുദ്രാവാക്യം, മൗദൂദിയുടെ മുദ്രാവാക്യം. ഇവിടെ
ജിഹാദ് എന്നത് ഈ പോരാട്ടമാണ്. ഏത് മുസ്ലിം ഭരിക്കുന്ന ഒരു അവസ്ഥ വരില്ല. ഹിന്ദുക്കളുടെ കീഴിലൊന്നും ഭരിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. ഈ ചിന്ത മൗദൂദി മുന്നോട്ട് വെക്കുകയുണ്ടായി. മൗദൂദി വ്യക്തമായി പറയാണ്, ഞങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അല്ലാഹുവിൻ്റെ ദാസന്മാരല്ലാത്തവരാൽ ഭരിക്കപ്പെടരുത്. മനുഷ്യാധിപത്യം അവസാനിപ്പിച്ച് ഭരണവ്യവസ്ഥ അല്ലാഹു നൽകിയ നീതിനിഷ്ഠമായ നിയമങ്ങളിൽ സ്ഥാപിതമാവണം. ഇംഗ്ലീഷുകാരൻ്റെയോ കാനേഷുമാരി മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, സിഖ് തുടങ്ങി മറ്റാരുടെയെങ്കിലുമോ ഭരണത്തെക്കാൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ ലക്ഷ്യമാണ്. ഇത് അംഗീകരിക്കുന്നവർ ഞങ്ങളുടെ മിത്രമായിരിക്കും. മനസ്സിലായില്ലേ? മിത്രത്തെയും ശത്രുവിനെയും നിർണ്ണയിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. ഇത് അംഗീകരിക്കുന്നവർ മിത്രമായിരിക്കും, അംഗീകരിക്കാത്തവരെതിരായിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം, ജിഹാദ്. മനസ്സിലായില്ലേ? ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും അവർക്കെതിരായിട്ട് ഞങ്ങൾ പോരാടും. അതിൽ അവൻ്റെയോ ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ചുരുക്കം ആളേ ഉള്ളൂവെങ്കിലും ഞങ്ങൾ അതിനെയൊക്കെ തകർക്കും. ഈ മൗദൂദി നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ പാക് വിഭജനത്തോടു കൂടി അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. എന്നിട്ടോ അവിടെയും അടങ്ങിയിരുന്നില്ല. ജിന്നയെ പോലെയുള്ള പാകിസ്ഥാനിലെ ഭരണാധികാരികൾക്ക് പോലും സഹിക്കാനാവുന്ന ഒരു നിലപാടല്ല മൗദൂദി സ്വീകരിച്ചത്. 47 ഇന്ത്യ പാക് വിഭജനം, 48 മൂപ്പരെ പിടിച്ച് ജയിലിട്ടു അല്ലേ? 1950 വരെ ജയിലിലാണ്, പിന്നെയും ജയിലിൽ കടന്നിട്ടുണ്ട്. ഇതാണ് മൗദൂദി. ആ മൗദൂദിയുടെ ആശയങ്ങളാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ആധുനിക സമൂഹത്തിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കെന്തോ തെറ്റ്, ഗൗരവതരമായിട്ടുള്ള തെറ്റ് പറ്റിയിരിക്കുന്നു എന്നതാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ഇവിടെ കോടതിയിലൊന്നും പങ്കെടുക്കാൻ പാടില്ല, പിന്നെ ഉദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല. മൗദൂദി കൽപ്പിച്ചതാണ്. രാജ്യത്തെ മുഴുവൻ ഉദ്യോഗങ്ങളും ഞങ്ങൾ ഹറാമായി ഗണിച്ചിരുന്നു അല്ലേ? ഇപ്പൊ അതെല്ലാം നിലപാട് മാറ്റി. അതുപോലെ തന്നെ അവിടുത്തെ കോടതികളിൽ വാദിയായോ പ്രതിയായോ ചെല്ലുന്നത് മതദൃഷ്ട്യാ പാടില്ലാത്തതും കഴിവതും ഒഴിവാക്കേണ്ടതുമാണ്. ഇങ്ങനെയാണ് അവരുടെ ആശയങ്ങൾ, മൗദൂദിയുടെ ആശയങ്ങൾ. ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല. മതനിരപേക്ഷത തുടങ്ങിയ കാഴ്ചപ്പാടുകളെ മൗദൂദി നഖശികാന്തം എതിർത്തു. ഇവിടെ RSSും അത് തന്നെയാണല്ലോ. മതനിരപേക്ഷത, സെക്യുലറിസം അവർ അംഗീകരിക്കുന്നില്ല. സമാനമായിട്ടാണ് മൗദൂദി ജമാഅത്തെ ഇസ്ലാമിക്കാർ. അദ്ദേഹം എഴുതുകയാണ്, ഇസ്ലാമിന് ജനാധിപത്യവുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിനല്ല, മൗദൂദിക്ക് ബന്ധമില്ല എന്നാണ് എഴുതേണ്ടത്. എനിക്ക് ബന്ധമില്ല എന്നാണ് എഴുതേണ്ടത്. പിന്നെയോ ഹുക്കുമത്തെ ഇലാഹി എന്നതാണ് ഇസ്ലാമിന് സ്വീകാര്യമായ ഒരേ ഒരു ഭരണരീതി. ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവിക ഭരണം. ദൈവിക ഭരണം. ദൈവം അതിന് നേരിട്ട് ഭരിക്കുമോ? ഇല്ല. പിന്നെയോ ഈ പുരോഹിതന്മാർ ഭരിക്കുന്നതാണ്. അപ്പൊ അതാണ് ഞങ്ങളുടെ ഇസ്ലാമിന് സ്വീകാര്യമായ ഒരേ ഒരു ഭരണരീതി. എന്നിട്ട് മൗദൂദി പറയാണ്, നമ്മുടെ വീക്ഷണത്തിൽ മതേതരത്വം, ദേശീയത, ജനാധിപത്യം എന്നീ 3 ആശയങ്ങളും അബദ്ധ ജടിലങ്ങളാണ് എന്ന് മാത്രമല്ല മനുഷ്യനിന്ന് അകപ്പെട്ടു പോയിട്ടുള്ള സകല ദുരിതങ്ങളുടെയും വിനാശങ്ങളുടെയും നാരായവരാണ് എന്ന് നാം ദൃഢമായി വിശ്വസിക്കുന്നു. നാം നമ്മുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവർക്കെതിരെ പോരാടിയേ തീരും. ഇതാണ്. അപ്പൊ ജനങ്ങളുടെ ഭരണമായിട്ടുള്ള ജനാധിപത്യത്തെ അള്ളാഹുവിന്റെ ഭരണം എന്ന കാഴ്ചപ്പാടിന് വിരുദ്ധമായതിനാൽ എതിർത്ത മൗദൂദിയും ശിഷ്യഗണങ്ങളും സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിനെയും സർക്കാർ ശമ്പളം പറ്റുന്നതിനെയും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനെയും എല്ലാം എതിർത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആദർശം സത്യമാണെങ്കിൽ മറ്റൊരു ദീനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല എന്നാണ്. എന്നിട്ടല്ലേ നിങ്ങൾ ഇതര ദീനുകൾക്ക് സേവനം ചെയ്യുകയും ആ സേവനത്തിൽ ലഭ്യമാകുന്ന ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കുകയും സസുഖം കാൽ നീട്ടി ഉറങ്ങുകയും ചെയ്യുന്നത്.
ഇത്ര പ്രാകൃതമായി ചിന്തിച്ചിട്ടുള്ള ഒരു ആശയത്തിൻ്റെ വക്താക്കളാണ് മൗദൂദിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്. പിന്നെയും പറയാം, ഞാൻ വിശദമായിട്ട് അതിൻ്റെ ഉദ്ധരണിയിലേക്ക് ഇനിയും പോകുന്നില്ല. ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിൻ്റെ നിയമനിർമ്മാണ സഭയിൽ അംഗമോ അതിൻ്റെ കോടതി വ്യവസ്ഥയും കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക. അഥവാ ആരും പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ ആശയത്തിന് വിധേയമാവുന്നവർ അതൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ള സമീപനമാണ് മൗദൂദി മുന്നോട്ട് വെച്ചത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ മൗദൂദിയുടെ മതഭ്രാന്ത ആശയത്തിനെതിരായി ലോകത്തിലെ ഇസ്ലാം മത ചിന്തകരിൽ തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ നമ്മുടെ രാജ്യത്തും ചിലരുണ്ടല്ലോ, ഇവിടുന്ന് ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യുക, എന്നിട്ട് സിറിയയിൽ പോവുക, എന്നിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോവുക, അവിടുത്തെ പട്ടാളമായിട്ട് യുദ്ധം ചെയ്യുക, മരണപ്പെടുക. ചിലർ ഇവിടുന്ന് കുടുംബസമേതമാണ് പോയത്. മനസ്സിലായി? ഭാര്യനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൂട്ടിപ്പോയി വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞാൽ ഈ ഭാര്യയും കുഞ്ഞും എന്തു ചെയ്യും? അവരുടെ നിലവിളി നമ്മുടെ രാജ്യത്തിലെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്താ അവർ ഈ തരത്തിൽ പോയിട്ടുള്ളത്? സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇറാഖിലെയും സിറിയയിലെയും പട്ടാളവുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്. ആ സ്വർഗത്തിൽ പിന്നെ വാതിലൊന്നും ഉണ്ടാവില്ല, ഇത്തരക്കാർക്ക് നേരെ അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവും എന്നാണ് ഈ മതഭ്രാന്ത ചിന്താഗതി ഈ ചെറുപ്പക്കാരെ എത്തിച്ചത്. ഈ ആശയങ്ങളെ എതിർത്തുകൊണ്ട് പല പണ്ഡിതന്മാരും പ്രതികരിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ മലയാളത്തിൽ കിട്ടുന്ന ഒരു പുസ്തകം ഞാനത് വായിച്ചു. ഇംഗ്ലീഷിൽ ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ്, സ്വർഗം തേടി എന്നുള്ള പുസ്തകം സിയാവുദ്ദീൻ സർദാർ എഴുതിയിട്ട് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം സന്ദേഹിയുടെ യാത്രകൾ. ആ പുസ്തകത്തിൽ സിയാവുദ്ദീൻ സർദാർ പറഞ്ഞു, അന്ധമായ ഗുരുഭക്തിയിൽ മൗദൂദിയെ പിന്തുടരുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ പല കാര്യങ്ങളിലും ആഴത്തിലുള്ള അജ്ഞത പുലർത്തുന്നവരാണ്. ഇസ്ലാം മതത്തെ ശരിയായി മനസ്സിലാക്കാത്തവരാണ് ഈ മൗദൂദിസ്റ്റുകൾ എന്ന് സിയാവുദ്ദീൻ സർദാർ ഉൾപ്പെടെ പല പണ്ഡിതന്മാരും കുറ്റപ്പെടുത്തുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആലോചിച്ചപ്പോൾ മരണത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് തോന്നി. മനസ്സിലായില്ലേ? നമുക്ക് പടച്ചവന്റെ വഴിയിൽ മരണത്തിലേക്കുള്ള വഴി, പടച്ചവന്റെ വഴിയിലേക്ക് പോകുമ്പോൾ മരണം. എന്നിട്ട് സിയാവുദ്ദീൻ സർദാർ പറയാണ്, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക എന്നത് തിരഞ്ഞെടുക്കുന്നതിനാണ് ഞാൻ മുൻഗണന നൽകുന്നത്. ഇങ്ങനെ ഈ മതഭ്രാന്ത ആശയത്തിനെതിരായി ഇസ്ലാമിക പണ്ഡിത ലോകത്ത് തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായി എന്നത് ആശാവഹമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സമൂഹം അതിനെയാണ് പിൻപറ്റേണ്ടത്. കേരളത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനം ആദ്യമായിട്ട് കാസർഗോഡാണ് അതിൻ്റെ സംഘടന ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ഈ മൗദൂദിയൻ ആശയങ്ങൾ ചില പരിഷ്കാരത്തോടു കൂടി ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുകയുണ്ടായി. ഈ കാസർഗോഡ് കേന്ദ്രീകരിച്ച് 44-ലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം രൂപീകരിക്കുന്നത്. അക്കാലത്ത് അവർ നടത്തിയ മറ്റൊരു പ്രചരണം എന്താണ്? മലബാർ കലാപത്തെ തുടർന്ന്, എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, 1921-ലാണ് മലബാർ കലാപം. ആ കലാപത്തെ തുടർന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ദീർഘകാലം ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയിരുന്നില്ല. കാരണം അതിശക്തമായിട്ടുള്ള അടിച്ചമർത്തലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ചെയ്തത്. വാഗൺ കൂട്ടക്കൊല മാത്രമല്ല, അന്നത്തെ മലബാർ സമരത്തിൽ പങ്കെടുത്തവരെ ജയിലിലടച്ച പല സ്ഥലത്തും നടത്തിയിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള കൂട്ടക്കൊലകൾ, വെടിവെച്ച് കൊല്ലാണ് ജയിലിനകത്ത്. കണ്ണൂർ സെൻട്രൽ ജയിലൊക്കെ അക്കാലത്ത് കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് കടന്നു വന്നത്. കാരണം ഈ മലബാർ കലാപത്തിൽ ആദ്യഘട്ടത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ആണെങ്കിലും അടിച്ചമർത്തൽ വന്നപ്പോൾ
കോൺഗ്രസ്സുകാർ ഒഴിഞ്ഞുപോയി, കോൺഗ്രസ്സുകാർ വഞ്ചിച്ചു. പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. മലബാർ സമരത്തിൻ്റെ അടിയിലുള്ള വർഗപ്രശ്നം കുടിയാന്മാരുടെ പ്രശ്നമാണ്, കാർഷിക പ്രശ്നമാണ്. ആ കാർഷിക പ്രശ്നത്തിൽ ഇടപെടുന്നത് സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുസ്ലിം സമുദായത്തിലേക്ക് കുറേശ്ശെ കടന്നു വരുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് കമ്മ്യൂണിസം മതനിഷേധം ആണ്. കമ്മ്യൂണിസം മതനിഷേധം ഇന്നും അത് പ്രചരിപ്പിച്ചു വരുന്നുണ്ട് ചില മതപണ്ഡിതന്മാർ. കമ്മ്യൂണിസ്റ്റുകാരുടെ ഏതെങ്കിലും മീറ്റിങ്ങിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന ആരും കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ഉണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ പ്രപഞ്ച വീക്ഷണമുണ്ട്, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത് ഇഹലോകത്തെ മനുഷ്യരുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുക, അസമത്വം ഇല്ലാതാക്കുക, ഈ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കമ്മ്യൂണിസം മതനിഷേധം, ദൈവനിരാസം, ഇങ്ങനെ ഉള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് അക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുള്ളത്. മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റാകൽ അസാധ്യമാണെന്ന ഇന്നും തുടരുന്ന പ്രചരണം ഇതിൻ്റെ സ്ഥാപനം മുതൽ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം അത് പൈശാചിക ഭരണമാണ്, താകുത്താണ്. ഇതാണ് അവർ പ്രചരിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസം നേടുക, മതേതര വിദ്യാഭ്യാസം നേടുന്നത് തെറ്റാണ്. ആദ്യഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ അതിനെതിരായിരുന്നു. എന്ന് മാത്രമല്ല, കലാലയങ്ങളെ അവരെന്താ വിശേഷിപ്പിച്ചാൽ കൊലാലയങ്ങളെന്നാണ്. മനസ്സിലായി? നമ്മുടേതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ജമാഅത്തെ ഇസ്ലാമിക്കാർ വിശേഷിപ്പിച്ചത് കൊലാലയങ്ങളെന്നാണ്. ഇപ്പോൾ കാണുന്ന പ്രവണത എന്താണ്? കലാലയങ്ങളിൽ മുസ്ലിം ആരാധനാ കൂട്ടായ്മകൾ രൂപപ്പെടുത്തുന്നു. അല്ലേ? നമ്മളെ അനുഭവം, മുന്നിലുള്ള അനുഭവമല്ലേ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ പഠിച്ച ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അവർ പള്ളിയിൽ പോകും, വെള്ളിയാഴ്ച ഉച്ചക്ക് പള്ളിയിൽ പോകും, അവർ നിസ്കരിക്കും. അമ്പലത്തിൽ പോകേണ്ടവർക്ക് അമ്പലത്തിൽ പോകും. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് എന്താ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആരാധനാ കൂട്ടായ്മ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടങ്ങിയല്ലോ ഇത്. എന്താ ഇതിൻ്റെ ലക്ഷ്യം? SFI എന്ന് പറയുന്ന പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനകത്ത് നാനാ മതസ്ഥന്മാരായിട്ടുള്ള ആളുകൾ ഒത്തുചേരുന്നു. അവരുടെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ പുരോഗമന രാഷ്ട്രീയത്തോടൊപ്പം അല്ലെങ്കിലും ക്യാമ്പസുകളിൽ വന്ന കൂട്ടായ്മ, മതനിരപേക്ഷമായിട്ടുള്ള കൂട്ടായ്മ, പുരോഗതിയിലേക്ക് കുതിക്കാനുള്ള ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് വിദ്യാർത്ഥികൾ, നാനാ മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒത്തുചേരുന്ന അവസരത്തിൽ അവിടെ ആരാധനാ കൂട്ടായ്മ. മൂവാറ്റുപുഴയിലെ ഒരു കോളേജിലല്ലേ ഈയിടെ നമ്മൾ കണ്ടത്? ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ടുള്ള മുറി വേണം. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള ആശയം. ആരാ പ്രദാനം ചെയ്യുന്നത്? അതിൻ്റെ സ്രോതസ് എവിടെയാണ്? ഇസ്ലാമിസ്റ്റുകളാണ്. അത് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ ചില ആളുകൾ ഈ ആശയത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ പരിശോധിച്ചപ്പോൾ ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടൊരു പോസ്റ്റ്. ആ പോസ്റ്റ് തയ്യാറാക്കിയത് ആരാന്ന് പറഞ്ഞാൽ ഒരു അറബി അധ്യാപകനാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എന്താ അതിൻ്റെ തലക്കെട്ടെന്നറിയോ? അമുസ്ലിങ്ങളോട് ചിരിക്കുന്നത് പോലും സൂക്ഷിച്ചു മതി. മനസ്സിലായില്ലേ? കേസ് വന്നു, അദ്ദേഹം മാപ്പ് പറഞ്ഞ തടിയൂരി. അപ്പോൾ അക്കാദമിക വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, ഉള്ളവരടക്കം ഈ പറഞ്ഞ വിഷലിപ്തമായിട്ടുള്ള ഇസ്ലാമിസത്തിൻ്റെ ആശയ പ്രചാരകരായിട്ട് വരുന്നു. ചെറിയ നമ്പറേ ഉള്ളൂ, നമ്പർ ചെറുതേ ഉള്ളൂ. പക്ഷേ ശുദ്ധമായിട്ടുള്ള പാലിനകത്ത് ഒരു തുള്ളി വിഷം പോരെ. അതാണ് നമ്മൾ ഈ നടത്തുന്ന ആശയ സമരത്തിൻ്റെ പ്രാധാന്യം എന്നതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കണ്ടത്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കലും വോട്ട് ചെയ്യലും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ആദ്യഘട്ടത്തിൽ വിലക്കിയിരുന്നു. ഇപ്പോൾ
മാറിയിട്ടുണ്ട്. കാരണം അവർക്കൊരു പാർട്ടി ഉണ്ട് ഇപ്പോൾ, അല്ലേ, വെൽഫെയർ പാർട്ടി. അപ്പോൾ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ വോട്ട് ഹറാമല്ല, ഹലാലാണ്. അപ്പോൾ വോട്ട് ചെയ്യണം. വെൽഫെയർ പാർട്ടിക്ക് വോട്ട് വേണം. അതിന് ഇസ്ലാം മത വിശ്വാസികൾ മാത്രമല്ല, പിന്നാക്കക്കാർ, അതാണ് പട്ടികജാതിക്കാർ, അവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടി അവരിപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ പഴയ നിലപാടിൽ നിന്ന് മാറി. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ഇതനുസരിച്ചുള്ള മാറ്റം വരുത്തണ്ടേ? മാറ്റം അടിസ്ഥാനപരമായിട്ട് വരുത്തിയിട്ടില്ല. അതാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ ഈ ആശയത്താൽ പ്രചോദിതരായിട്ടുള്ള സംഘടനകൾ. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അല്ല, അവിടെ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ഈയിടെ ഹിന്ദു ന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ വേട്ടയാടിയല്ലോ. അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഷെയ്ഖ് ഹസീന. 1970-കളിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തും. അങ്ങനെയാണ് ഒന്നായിരുന്ന പാകിസ്ഥാൻ രണ്ടായി മാറിയത്. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി, പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി കിഴക്കൻ പാകിസ്ഥാൻ. അങ്ങനെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാകുന്നത്. ആ രാഷ്ട്രത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള മുജീബുർ റഹ്മാന്റെ ആ സമരകാലത്ത് അന്ന് പോരാളികളായവർക്ക് സർക്കാർ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചു, സംവരണാനുകൂല്യം. അത് എടുത്തു കളയാൻ വേണ്ടിയുള്ള പ്രക്ഷോഭം. വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും തൊഴിലില്ലായ്മയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ചിലർക്ക് പ്രത്യേക ആനുകൂല്യം കൊടുക്കുന്നു എന്നത് അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിന്റെ മുൻപന്തിയിൽ ജമാഅത്തെ ഇസ്ലാം അസംതൃപ്തി മുതലാക്കിക്കൊണ്ട് എവിടെയും ഇടപെടുക. നമ്മുടെ കേരളത്തിലുണ്ട് അത്തരം ഇടപെടലുകൾ, അത് ഞാൻ പറയാം. ഈ തരത്തിൽ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിലും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. കാശ്മീരിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരാവരും ആണ്. കാശ്മീരിൻ്റെ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള നേതാവാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി. ഞാൻ ഈയിടെ കാശ്മീരിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഈ തീവ്രവാദികളുടെ വലിയ ഭീഷണിക്ക് വിധേയമായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. സംരക്ഷണത്തോടു കൂടിയാണ്. ഹിന്ദുത്വ തീവ്രവാദികളല്ല, പിന്നെയോ ഇസ്ലാമിക തീവ്രവാദികൾ. എന്താ, അദ്ദേഹം ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരൊക്കെയോ എത്തിയേർന്നത്. അവിടെ ജമാഅത്തെ ഇസ്ലാമി, കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തരിഗാമിക്കെതിരായിട്ട് മത്സരിപ്പിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ആ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. ഇത്തവണ BJP മത്സരിച്ചില്ല. തരിഗാമിയെ തോൽപ്പിക്കണം. അവിടെ RSSഉം BJPയും അതോടൊപ്പം കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി യോജിച്ചതാണ് കണ്ടത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ വിജയിപ്പിച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഇതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളുടെ പല പ്രകാരത്തിലുള്ള സംഘടനകളും നമ്മുടെ കേരളത്തിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ്. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പോളണ്ടിലെ സോളിഡാരിറ്റിയെ അനുകരിച്ചുകൊണ്ട് അതിന് പേരിട്ട് സോളിഡാരിറ്റി. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാഷ്ട്രീയ ഇസ്ലാമും മാവോയിസ്റ്റുകളും തമ്മിൽ ആശയതലത്തിലും പ്രായോഗിക തലത്തിലും യോജിക്കുന്നുണ്ട് എന്നതാണ്. ഗൗരവപ്പെട്ട വിഷയമാണ്. ഈ പ്രച്ഛന്ന വേഷമിട്ടിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെയും മാവോയിസ്റ്റുകളുടെയും പ്രവർത്തനം തുറന്നു കാട്ടപ്പെട്ടു. നിങ്ങൾക്കറിയാം, കോഴിക്കോട് പന്തീരാങ്കാവിലെ 2 വിദ്യാർത്ഥികൾ മാവോയിസ്റ്റ് മുദ്ര കുത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ലഘുലേഖകളൊക്കെ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് പിടിച്ചത്. അപ്പോൾ അവർ നിരപരാധികളായിട്ടുള്ള വിദ്യാർത്ഥികളാണെന്ന് പ്രചരിപ്പിച്ച കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം ഏതാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ മലയാളത്തിലുള്ള മാധ്യമം, പിന്നെ മീഡിയ 1. മനസ്സിലായില്ലേ? ഇത് 2 വിദ്യാർത്ഥികളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവർ തമ്മിൽ ആശയപരമായിട്ട് യോജിപ്പെടും. ഇന്ത്യൻ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത്
പാർലമെന്ററി ജനാധിപത്യം അംഗീകരിക്കാതെ കാട്ടുകയറുക, എന്നിട്ട് ചുവപ്പ് ഇടനാഴി രൂപപ്പെടുത്തുക, പോലീസുമായിട്ട് ഏറ്റുമുട്ടുക. ഇന്ത്യൻ മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയത് ഭരണകൂടത്തിൻ്റെ സംവിധാനത്തെ മാത്രമല്ല, പിന്നെയോ അവർക്കെതിരായിട്ട് നിൽക്കുന്ന പലരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല, പുസ്തകത്തിൽ അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ യോജിപ്പുണ്ട്, ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ട്. മാവോയിസ്റ്റ് നേതാവായിട്ടുള്ള ഗണപതിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ഞങ്ങളുടെ സഖ്യശക്തിയാണ്. മനസ്സിലായില്ല? ആശയതലത്തിലുണ്ട്, സഖ്യശക്തിയാണ്. അവര് ഇസ്ലാമിക മതമൗലികവാദത്തിന്റെ വക്താക്കളാണെങ്കിലും സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അവരും ഞങ്ങൾ തമ്മിൽ യോജിക്കുന്നുണ്ട്. അങ്ങനെ യോജിച്ച പോരാട്ടം വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ മൗലികവാദത്തെ നമ്മൾക്ക് സോപ്പിട്ട് കഴുകാം. ഈ വാദഗതിയാണ് മാവോയിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവർ തമ്മിൽ യോജിക്കുന്നത്? വെറുതെ പറഞ്ഞ കാര്യമല്ല. അതായത് നിരോധിക്കപ്പെട്ട ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് ഒന്ന് CRPP, പറഞ്ഞാൽ കമ്മിറ്റി ഫോർ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനുള്ള ഒരു കമ്മിറ്റി. അതിൻ്റെ പൂർണ്ണരൂപമാണ് ഞാനിവിടെ പറഞ്ഞത്. ചുരുക്കപ്പേര് CRPP. 2008 മാർച്ച് 31 തീയതികളിൽ ഡൽഹിയിലെ മാണ്ഡി ഹൗസിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. CRPP എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ തടവുകാരായിട്ട് ഇവർ കണക്കാക്കുന്ന ആരെയാ? മാവോയിസ്റ്റുകൾ. മനസ്സിലായില്ലേ? കാട്ടുപോവുക, എന്നിട്ട് അവരെ എതിർക്കുന്ന ആദിവാസികളെ കൊല്ലുക, അവരെ എതിർക്കുന്ന CPM-നെ പോലെയുള്ള പാർട്ടികളുടെ പ്രവർത്തകന്മാരെ കൊല്ലുക, കോൺഗ്രസ്സുകാരെ കൊല്ലുക, എന്നിട്ട് അവർ രാഷ്ട്രീയ തടവുകാരായിട്ട് ജയിലിൽ കിടക്കുന്നു. അപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാനാണ് ഈ പൊതു കമ്മിറ്റി. ആ പൊതു കമ്മിറ്റിയിൽ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളും പങ്കെടുത്തിട്ടുണ്ട്. മാധ്യമം പത്രത്തിൻ്റെ എഡിറ്റർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഭാരവാഹിയായിട്ട് വന്നിട്ടുണ്ട്. തേജസ് പത്രം, ആരുടെ പത്രം? തേജസ് ഇപ്പോൾ ഇല്ല, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പത്രമാണ്, നോക്കണം. NDF ഇതിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൊതു പ്ലാറ്റ്ഫോം. ഇതിന് ഇന്ത്യൻ മാവോയിസ്റ്റുകളുടെ വിപ്ലവത്തിൻ്റെ തന്ത്രവും അടവുകളും എന്നുള്ള രേഖയിൽ അവർ പറഞ്ഞു, എല്ലായിടത്തും നമ്മൾ പ്രത്യക്ഷപ്പെടുക എന്നതല്ല നമ്മുടെ കാഴ്ചപ്പാട്, ചിലയിടത്ത് മൂടുപട സംഘടനകൾ ഉണ്ടാക്കണമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മൂടുപട സംഘടനകൾ, ഒന്ന് CRPP, പിന്നെ ഒന്ന് മറ്റൊന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അസോസിയേഷൻ സംഘടന. ഇങ്ങനെയുള്ള മൂടുപട സംഘടനകളിൽ മാവോയിസ്റ്റുകളും ഒന്നിക്കും, ഇസ്ലാമിസ്റ്റുകളും ഒന്നിക്കും. ഇത് അപകടകരമായിട്ടൊരു തലമാണ്. പ്രായോഗിക പ്രവർത്തനത്തിലും അവരുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ വികസനം വേണം. നമ്മുടെ നാട് എത്രമാത്രം അഭിവൃദ്ധിപ്പെട്ടു. നാഷണൽ ഹൈവേ വികസിപ്പിക്കുന്നു, അതുപോലെ സ്കൂളുകൾ വികസിപ്പിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നു. നാഷണൽ ഹൈവേ വികസിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്ത്? ആളോഹരി ഭൂവിസ്തൃതി കുറഞ്ഞ സംസ്ഥാനമാണ്. അപ്പോൾ റോഡ് വീതി കൂട്ടുമ്പോൾ എന്ത് വേണ്ടി വരും? തല ഏറ്റെടുക്കേണ്ടി വരും, അല്ലേ? നമ്മുടെ റോഡുകൾ എത്രമാത്രം ഗതാഗത കുരുക്കിനാണ് അടിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് സമൂഹത്തിൻ്റെ പൊതു താല്പര്യമാണ്. റോഡ് വീതി കൂട്ടുക, നാഷണൽ ഹൈവേ വീതി കൂട്ടുക. അതിനെതിരായിട്ടുള്ള സമരത്തിൽ ഇസ്ലാമിസ്റ്റുകളുണ്ട്, മാവോയിസ്റ്റുകളുണ്ട്. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ണൂരിലെ കീഴാറ്റൂർ വയൽക്കിളി സമരം, അല്ലേ? ഈ നാട്ടിലെ പത്രങ്ങളൊക്കെ വലിയ തലക്കെട്ടിലേ കൊടുത്തത്. അത് മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള പത്രങ്ങൾ മാത്രമല്ല, മാധ്യമം. അവിടെ BJP നേതാവ് പാളത്തൊപ്പി ഇട്ടിട്ടാണ് പോയത്, ചിങ്കൂരിലെ മണ്ണ് കൊണ്ടിരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ സംഘാടനം മുഴുവൻ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വമാണ് നടത്തിയത്. അപ്പം ഇങ്ങനെയാണ് ഒരേ തൂവൽ പക്ഷികൾ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ
ഈ തീവ്രവാദി വിഭാഗങ്ങളൊക്കെ ഒന്നിപ്പിക്കുന്ന ചിത്രവും നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ പല വഴി ശ്രമിച്ചിട്ടും ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചില്ല. അവരുടെ മതരാഷ്ട്രവാദത്തോടും തീവ്രവാദ നിലപാടുകളോടും മുസ്ലിം സമുദായത്തിന് പൊതുവിലുണ്ടായിരുന്ന വിയോജിപ്പായിരുന്നു അതിന് കാരണം. ഈ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഇതാണ് വേറൊരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് ലീഗ് നേതൃത്വത്തിന് യോജിപ്പുണ്ടായിരുന്നോ? ഇല്ല, വിയോജിപ്പുണ്ടായിരുന്നു. ലീഗിൻ്റെ എന്താണ്? സാമുദായിക രാഷ്ട്രീയം, അധികാരത്തിൽ പങ്കുവറ്റാനുള്ള കച്ചവടത്തിൽ ലാഭം കിട്ടുമെന്നാണ് ലീഗ് നോക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ആശയ സമരം, മുസ്ലിം ലീഗും ഈ ജമാഅത്ത് സമീപനവും തമ്മിലുള്ള ആശയ സമരം ചില ഘട്ടങ്ങളിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് 1987 ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് മാധ്യമം പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പത്രം ഒരു ചുവടുവെപ്പാണ്. ഈ പത്രത്തിന് ഇന്ത്യയിൽ 9 എഡിഷനുകളും ഗൾഫ് എഡിഷനും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങൾ നേരിട്ട് പ്രചരിപ്പിക്കാതെ, മനസ്സിലായില്ലേ, മൂടുപടം മറച്ചു വെക്കുക, തങ്ങളുടെ അജണ്ട മറച്ചു വെച്ചുകൊണ്ട് സ്വീകാര്യത നേടുക. മാധ്യമം പത്രം പുറത്തു വന്നപ്പോൾ ചന്ദ്രികക്ക് വലിയ സ്വീകാര്യത കിട്ടാതായി. മുസ്ലിങ്ങളുടെ ഒരു പൊതുപത്രം എന്നുള്ള നില കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞു. എങ്ങനെയാണ്? ആ പത്രത്തിൻ്റെ തലപ്പത്ത് പ്രധാനപ്പെട്ട ആളുകളെ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ആളുകളെ പോലും പ്രതിഷ്ഠിച്ചു. അത് കൃത്യമായിട്ടൊരു ആസൂത്രണമാണ്. ഇതിൻ്റെ ഫലമായി മുസ്ലിം ജനസാമാന്യത്തിന് ഇടനേടാൻ മാധ്യമത്തിനായി. തുടർന്ന് 2013 മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ കീഴിൽ മീഡിയ വൺ ആരംഭിച്ചു. മനസ്സിലായില്ലേ? മാധ്യമ രംഗത്തേക്ക് അവർ കടക്കുകയാണ്. അപ്പം ഇത് ഇടപെടൽ ചിലർക്ക് മനസ്സിലായി. ഇതേ തുടർന്ന് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു തരത്തിലുള്ള ആശയ സമരം നടന്നു. ഈ സമരം ഒരു പ്രത്യേക ഘട്ടത്തിലാണ് രൂക്ഷമായത്. ആ പ്രത്യേക ഘട്ടം ഏതാണെന്നറിയോ? 2010 തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാള അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിനെതിരെ നിഷ്ഠൂരമായിട്ടുള്ള വധശ്രമമാണ്. ആരാ നടത്തിയത്? പോപ്പുലർ ഫ്രണ്ട് അല്ലേ? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് പ്രവാചകനെതിരായിട്ടുള്ള കാര്യമുണ്ട് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് മതവികാരം ഇളക്കി വിട്ടു, എന്നിട്ട് ആക്രമണം നടത്തി. ഇത് കേരളീയ സമൂഹത്തിൽ വലിയ പ്രതിഷേധമാണ് ഉളവാക്കിയത്. ഇതാണ് കേരളീയ സമൂഹം സഹിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല ആ ജോസഫ് മാഷക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള ആക്രമണം. ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് നേതൃത്വം കോട്ടക്കലിൽ മതസംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒഴിവാക്കി നിർത്തി. അപ്പോൾ ഈ ആശയ സമരത്തിൻ്റെ ഭാഗമായിട്ട് കൂടി അത് വന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവർ തമ്മിൽ ആശയ സമരം നടക്കുന്നു. ചന്ദ്രിക ദിനപത്രത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെയും പ്രായോഗിക തലത്തിൽ മൗദൂദിസ്റ്റുകളുടെ ഇരട്ടത്താപ്പും സംഘപരിവാർ ബന്ധുത്വവും തുറന്നു കാട്ടി ജമാഅത്തെ ഇസ്ലാമി ഒരു ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യ് എന്ന ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചു. ആണ് ജമാഅത്തെ ഇസ്ലാമി ഒരു ചെളിയും കലരാത്ത നെയ്യ്, പരിശുദ്ധ നെയ്യ്. മനസ്സിലായില്ലേ? അവരെ പരിഹരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതിന് മറുപടി പറയുന്നത് ഈ കോട്ടക്കൽ യോഗത്തോടു കൂടിയാണ്. ആ കോട്ടക്കൽ യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി അകറ്റി നിർത്തിയല്ലോ. അപ്പോൾ മാധ്യമം പത്രത്തിലൂടെ മറുപടി എന്താണെന്നറിയോ? ലീഗിനെ പരിഹരിച്ചുകൊണ്ട് തീവ്രവാദത്തിനെതിരായ കോട്ടക്കൽ കഷായം. കോട്ടക്കലിൻ്റെ പ്രസിദ്ധി നമുക്കറിയാലോ. ആയുർവേദ ചികിത്സയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കോട്ടക്കൽ. കോട്ടക്കൽ കഷായം ആരുടെ വക? ലീഗിൻ്റെ വക. മാധ്യമ പത്രത്തിൻ്റെ വിമർശനം. അപ്പം ലീഗ് നേതൃത്വത്തെ ശക്തമായി കടന്നാക്രമിച്ചു ജമാഅത്തെ ഇസ്ലാമിക്കാർ. നിങ്ങളങ്ങനെ നടക്കണ്ട, ഈ തീവ്രവാദമൊക്കെ സമൂഹത്തിൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ കഴിവുകേടിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് ലീഗിനെ കുറ്റപ്പെടുത്തിയത്. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വർഗീയ സങ്കുചിതത്വം വളർത്തിയത് വഹാബിസ്റ്റുകളായിട്ടുള്ള സലഫികളാണെന്നും ആഗോളതലത്തിൽ തന്നെ മുസ്ലിം തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനം സലഫിസമാണെന്നും പത്രം ആരോപിച്ചു.
തീവ്രവാദ വളർച്ചയ്ക്ക് കാരണക്കാർ തങ്ങളല്ലെന്നും സന്നിഗ്ധ ഘട്ടത്തിൽ അധികാര കൊതിമൂത്ത മുസ്ലിം ലീഗ് നേതൃത്വം സമുദായ താല്പര്യങ്ങൾ അവഗണിച്ചതാണെന്നും പത്രം തിരിച്ചടിച്ചു. സംഘപരിവാർ നേതൃത്വത്തിൽ മുസ്ലിങ്ങളുടെ അന്തസ്സും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെട്ട ഘട്ടങ്ങളിൽ സ്വത്വബോധം ഉൾക്കൊണ്ട് സമുദായത്തെ നയിക്കാൻ തയ്യാറാകാതെ നിന്നത് യുവാക്കൾക്കിടയിൽ വളർത്തിയ അരക്ഷിതബോധവും നിരാശയുമാണ് അവരെ തീവ്രവാദ ആശയങ്ങളിലേക്ക് അടുപ്പിച്ചതെന്നും അതിന് ഉത്തരവാദി ലീഗാണെന്നും മനസ്സിലായി. ഇവർ തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടത്തി. എന്നാൽ ഈ ലീഗിന്റെ കോട്ടക്കൽ കഷായം ആരെ കൊണ്ട് കുടിപ്പിച്ചു? പിന്നീട് ആ ലീഗുകാരെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു. ആണ് കോട്ടക്കൽ കഷായം. ആ ജമാഅത്തെ ഇസ്ലാമി കോട്ടക്കൽ കഷായം ലീഗിനെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു. പിന്നീട് എന്താ കണ്ടത്? വെൽഫെയർ പാർട്ടി രൂപീകരണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി അതിൻ്റെ ശക്തി തെളിയിച്ചതോടുകൂടി പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ലീഗിൻ്റെ ചുമലിൽ കൈയിട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ ചുമലിൽ കൈയിട്ടുകൊണ്ട് ലീഗ്, അതിൻ്റെ കൂടെ കേരളത്തിലെ കോൺഗ്രസും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അടക്കം കണ്ടു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടിയും പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPIയും ആരുടെ കൂടിയാ? SDPIയുടെ UDFന്റെ കൂടിയാണ്. ഇവിടെ മതനിരപേക്ഷത അംഗീകരിക്കുന്ന പാർട്ടികൾക്ക് തീർച്ചയായിട്ടും നിലപാട് വ്യക്തമാക്കേണ്ട ഒരു സന്ദർഭമാണിത്. അതിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. ലീഗ് അകപ്പെട്ട കെണിയിൽ നിന്ന് അവർ പുറത്തു വരുമോ എന്നത് അവരും വ്യക്തമാക്കണം. കോൺഗ്രസിന് വേറെ റെക്കോർഡുണ്ടല്ലോ, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് എന്ന റെക്കോർഡ് അവർക്കുണ്ട്. ഇസ്ലാമിസ്റ്റുകളോടുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമാക്കണം. അപ്പോൾ RSS മുന്നോട്ട് വെച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇസ്ലാമിക ബദലുയർത്താൻ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മറ്റ് ചില സംഘടനകളും ശ്രമിക്കുകയുണ്ടായി. അതിൽ മദനിയുടെ സംഘടനയിൽ നമ്മൾ കാണാതിരുന്നുകൂടാ. മദനി വഹിച്ച പങ്ക് കാണാതിരുന്നുകൂടാ. RSSന് ബദലായിട്ട് ISS ഉണ്ടാക്കി. അത് ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ്. ഞാൻ വിശദമായിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ പൂന്തറ കലാപം, അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ജസ്റ്റിസ് അരവിന്ദാക്ഷ മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞു വെച്ച് ഇതിൽ RSSനും പങ്കുണ്ട്, ISSനും പങ്കുണ്ട്. ഇപ്പൊ മദനി അക്കാലത്ത് നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ വലിയ നിലക്ക് മുസ്ലിം യുവാക്കളെ വഴിതെറ്റിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോ ഈ മദനിയുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോയവർ, നിങ്ങൾക്കറിയാം, ഈ കണ്ണൂരിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസാണെന്നറിയോ? മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള നായനാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വലിങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയമാണ്. ആരാ ഇതിൻ്റെ പിന്നിൽ? ഈ തീവ്രവാദി ഗ്രൂപ്പാണ്. അപ്പോൾ മദനിയുടെ പ്രസംഗം കണ്ണൂരിലെ ഇസ്ലാമിക് കൾച്ചർ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലിരുന്ന് തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ തീവ്രവാദ ആശയങ്ങൾ കടന്നു വന്നു. മദനി അവർ പിൽക്കാലത്ത് തള്ളിപ്പറയുന്നു. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് നായനാരെ കൊലപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തി. കേസുണ്ട്. അതിൻ്റെ പോലീസ് റിപ്പോർട്ട് നോക്കിയപ്പോൾ അത്ഭുതകരമായിട്ട് അന്നത്തെ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്തായിരുന്നു നായനാരെ കൊലപ്പെടുത്താൻ അവരെ പ്രേരിപ്പിച്ച കാര്യം? അബ്ദുർ നാസർ മദനിയെ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ തമിഴ്നാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും കേരളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. നായനാർ മുഖ്യമന്ത്രിയായിട്ട് മദനി അറസ്റ്റ് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് നായനാരെ കൊല്ലാൻ ആസൂത്രണം ചെയ്തത്. പക്ഷെ ഭാഗ്യം കൊണ്ട് നായനാർ രക്ഷപ്പെട്ടു. നമ്മൾ ആരെ ചിന്തിക്കുമോ? ഈ നായനാരെ കൊലപ്പെടുത്താൻ ആരെങ്കിലും ആലോചിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കുക? വന്യവയോധിനിയായിട്ട് നായനാരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ഒരു സെറ്റ് കണ്ണൂര്.